ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അല്ലേ? ഞാനിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ് ഇന്നലെ. അപ്പോൾ ഇവിടെ അടുത്ത പറമ്പിൽ കപ്പയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു കണ്ടു. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാച്ചിട്ട് വീഡിയോ എടുത്തതാണ്. കാണാം. അത് കണ്ടോ, അവിടെയൊക്കെ കപ്പ വാഴയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് മീൻകുളമാണിത്, കണ്ടോ, മീൻകുളം. നല്ല ഭംഗിയല്ലേ കാണാനിപ്പോൾ എല്ലാം കൂടിയിട്ട് അല്ലേ? നല്ല ഭംഗിയാണ് അല്ലേ? പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മതിൽ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കപ്പയും വാഴയൊക്കെ അവിടെ നിൽക്കണം കേട്ടോ. അല്ലെങ്കിലൊക്കെ അവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് ഈ പന്നികളൊന്നും വെച്ച് വെക്കില്ല, എല്ലാതും പറിച്ചു കൊണ്ടുപോകും. പിന്നെ ഇത് കണ്ടോ, അവിടെ ഒരു തരം ചെറിയ മഞ്ഞപ്പൂവ്. എന്ത് ഭംഗിയാണ് അത് കാണാൻ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അത് പറിച്ചിട്ട് കമ്മലായിട്ട് കാതിലിടുമായിരുന്നു. നല്ല ഭംഗിയുള്ള പൂവാണ് മഞ്ഞപ്പൂവ്. മഴയും പെയ്യുന്നുണ്ട്, നല്ല ഭംഗിയപ്പോൾ. മീൻകുളത്തിൽ വെള്ളം വീഴുന്ന ഇങ്ങനെ കണ്ടില്ലേ, തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ഈ മീൻകുളവും ഈ കപ്പ കൃഷി ചെയ്തതൊക്കെ കൂടി കണ്ടപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ തോന്നി. ഇങ്ങനെയൊക്കെ മതിൽ കെട്ടിടത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ നമുക്കതൊക്കെ ഉണ്ടാവും. മറ്റുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ പന്നികൾ വന്നിട്ട് നശിപ്പിച്ച് കളയുക. അപ്പോൾ ഒരു ചേമ്പ് ഒന്നും നമ്മളുടെ നാട്ടിലൊന്നും ഇല്ല. കാരണം ഈ പന്നികൾ വന്ന് കുത്തി നശിപ്പിച്ചിട്ട് ഒന്നും നമുക്ക് കിട്ടാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ എല്ലാ നാട്ടിലും ഒട്ടുമിക്ക നാടുകളിലും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. പന്നികളെ ആണെങ്കിൽ പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനുണ്ട്, കൊല്ലാൻ പാടില്ല എന്നുള്ളത്. കൂട്ടം കൂട്ടമായിട്ടാണ് പന്നികൾ ഇറങ്ങുക. എന്താ ചെയ്യുക, കർഷകരല്ലേ? കർഷകരുടെയൊക്കെ നാശകാലത്തേക്കാണ് ഈ പന്നികളൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്താ ഇപ്പം നമ്മൾ പറയുക അല്ലാണ്ട്.